പത്മജ വീണത് ചാണകക്കുഴിയിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പത്മജയുടെ പേരിൽ ഒരു വോട്ട് പോലും ബിജെപിക്ക് കിട്ടില്ല. കരുണാകരന്റെ പാരമ്പര്യമിനി പത്മജ ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് അവരെ തെരുവിൽ തടയുമെന്നും രാഹുൽ പറഞ്ഞു. പത്മജ ചെയ്തത് കൊടും ചതിയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തറും പ്രതികരിച്ചു. പത്മജയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ പറ്റിയില്ല. പത്മജയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്ദപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ. കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റിച്ചൂലിന് താഴെയാണ് അവർക്ക് വില കൊടുത്തത്. പരിഗണന കിട്ടാത്തതിന്റെ പേരിലാണ് പത്മജ പാർട്ടി വിട്ടതെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് CPM-ൽ പോയില്ല? നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം CPM അല്ലേ? അവർ CPM-ൽ പോയില്ലല്ലോ. അവർ BJP-യിലല്ലേ പോയത്? അവർ ആ BJP-യിൽ പോയ കാരണം എന്താ? ആ കാരണത്തിന്റെ പേരിൽ തന്നെയാണ് അവർ പാർട്ടി വിട്ടത്.